മുഖം നോക്കി ഭാവിയും കൈ നോക്കി വർത്തമാനവും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പേര് നോക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നവരെ കണ്ടെത്താമെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തെ എന്താണ് പറയുക? എന്തായാലും AK ബാലന് പിന്നാലെ മന്ത്രി സജി ചെറിയാനും മതസ്പർദ്ധ ഉയർത്തുന്ന പ്രസ്താവനയിലൂടെ വിവാദ ചുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു. കലാപം നടത്തുന്നവരെ വസ്ത്രം നോക്കി മനസ്സിലാക്കാമെന്ന് പണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയും വിമർശനമുയരുന്നുണ്ട്. സജി ചെറിയാൻ നടത്തിയത് വർഗീയ പരാമർശമോ? ഇത് ഇടതുപക്ഷത്തിന്റെ പൊതു അഭിപ്രായമാണോ? സജി ചെറിയാന്റെ നാവ് നിയന്ത്രിക്കണോ? അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നു ജനങ്ങൾ. അമൽ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ജനങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. മതവും വർഗീയതയും നമ്മുടെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പുത്തൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് സജി ചെറിയാന്റെ പ്രസ്താവന. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വർഗീയതയോ? ജനങ്ങൾക്ക് പറയാനുണ്ട്. ഇന്നലെ സജി ചെറിയാൻ മിനിസ്റ്റർ പറഞ്ഞേ, അതായത് ഈ വർഗീയ ധ്രുവീകരണം നടത്തുകയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ കാസർഗോഡ് മലപ്പുറം ഒക്കെ ജയിച്ച ആൾക്കാരുടെ പേര് നോക്കിയാൽ മതി ആരാണ് മതം വെച്ച് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരാവുന്നതാണോ? മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരാൻ പാടില്ലാത്ത മോശമായ ഒരു പ്രതികരണമാണ്. തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമാണ്. അത് ഭരണഘടനയ്ക്കും വിരുദ്ധമാണത്. ജനാധിപത്യത്തിന് മാത്രമല്ല ഭരണഘടനയ്ക്കും വിരുദ്ധമാണത് ആ പ്രസ്താവന. മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അയാൾ രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞ്. ഒരിക്കലും മതം നോക്കരുത്. മതം നോക്കി ആരും ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയക്കാരെ ഒരിക്കലും മതം നോക്കാൻ പാടില്ല. സജി ചെറിയാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ വിവരദോഷമായിരിക്കും സംസാരിച്ച്. ഞങ്ങൾക്കതേ പറയാൻ പറ്റുള്ളൂ. പുള്ളിയുടെ നിലപാട് പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമങ്ങൾ. പുള്ളിയുടെ നിലപാടാണ് പുള്ളി ഇന്ന് വ്യക്തമാക്കിയത്. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ ഏത് ജാതിയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നമ്മൾ തീരുമാനിക്കുന്നത് പേരിലല്ലല്ലോ. അങ്ങനെ പറയാൻ പാടുള്ളതല്ലല്ലോ. കാരണം ആൾക്കാരെ പറയുന്ന വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തരുടെ ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് അറിയാതെ ഒരു വ്യക്തി എന്നാലും മോശമായിട്ട് വരുമ്പോൾ മോശമായിട്ട് തന്നെ ചിത്രീകരിക്കുമല്ലോ. എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. അയാൾ അങ്ങനെയുള്ള ഒരാളാണ്. സജ്ജരിയാണ് നല്ലൊരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ പറയാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും മതത്തെ പറ്റി സംസാരിക്കാൻ പാടില്ല. വർഗീയത തന്നെയാണ് ആര് പറഞ്ഞാലും. അതുതന്നെയാണ് മതനിരപേക്ഷ കേരളത്തിന്റെ പൊതുജന അഭിപ്രായം. ക്യാമറാമാൻ ദീപക് ജേക്കബിനും ജെറിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.